ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, കുറച്ച് നാൾ മുന്നേ നല്ല ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ആൾക്കാർ എന്നെ വിളിക്കുന്നതാണ്. ഒന്നുമില്ല, വിളിച്ചിട്ട് ചോദിക്കണ ഒരു കാര്യമാണ്, ചേട്ടാ വെള്ളിമൂങ്ങയാണോ നല്ലത് ജീറ്റോമിനിയാണോ നല്ലതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് രണ്ടും ഉപയോഗിക്കണവരെ അടുത്ത് ചെന്നിട്ട്. എന്നിട്ടും ആൾക്കാർക്ക് അതൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, വിലയുടെ കാര്യത്തിൽ രണ്ടും നല്ല മാറ്റമാണ്. വിലയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീറ്റോമിനി മേടിക്കണമെങ്കിൽ കുറഞ്ഞത് 4 ലക്ഷം രൂപയുടെ താഴെ വേണം. എന്നാൽ വെള്ളിമൂങ്ങ മേടിക്കണമെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടായാൽ നല്ല വണ്ടി കിട്ടും. രണ്ടിൻ്റെയും മാറ്റങ്ങളും ഞാൻ പറഞ്ഞു തരാം. വെള്ളിമൂങ്ങയ്ക്ക് എൻജിൻ ലൈഫ് കൂടുതലാണ്. അത്രയും പെട്ടെന്നൊന്നും എൻജിൻ പണി വരില്ല. പിന്നെ എൻജിൻ പണി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ മാറ്റാണ്ട് ഇങ്ങനെ 10,000-ലൊക്കെ നല്ല കട്ടയായിട്ട് ഓടിക്കുന്നവർക്ക് മാത്രമേ എൻജിൻ പണി കിട്ടുള്ളൂ. മറ്റേതിന് അതുപോലെയല്ല, എൻജിൻ പണി വേഗം വരും. പിന്നെ ആ വണ്ടി ഷോറൂം പ്രൈസ് ലാസ്റ്റ് വന്നിട്ടുള്ളത് 4 താഴെ 3.65 ആ ഒരു റേഞ്ചിലാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. ഈ വെള്ളിമൂങ്ങയ്ക്ക് അത് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും വെള്ളിമൂങ്ങയ്ക്ക് പിന്നെയും റേറ്റ് കുറവുണ്ട്. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ വിൽക്കണ വിലകളൊക്കെ മോഹവിലകളാണ് ജീറ്റോമിനി വാന്. അപ്പം നിങ്ങളൊന്ന് ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ ഈ വണ്ടി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കല്ല, നമുക്കൊരു ലക്ഷറി ആവശ്യങ്ങൾക്കല്ലല്ലോ നമ്മളിതൊന്നും മേടിക്കുന്നത്. നമുക്ക് എന്നിട്ടാ വാടക കിട്ടണം, നമുക്ക് ഓടണം, കാശുണ്ടാക്കണം. അത്യാവശ്യത്തിന് സൗകര്യം ഉള്ള വണ്ടിയാണ്, നമുക്ക് ഫാമിലിക്ക് ഉപയോഗിക്കാനും പറ്റിയ വണ്ടിയാണ് വെള്ളിമൂങ്ങ, ടാറ്റ മാജിക് ഐറിസ്. ഈ ജീറ്റോമിനി വാൻ എന്ന് പറയുന്നത് വണ്ടി കാണാനൊക്കെ നല്ല ഭംഗിയാണ്. വെള്ളിമൂങ്ങാനായിട്ടും ഭംഗി ശരിക്കും ജീറ്റോമിനി വാൻ തന്നെയാണ്. കാരണം മോഡിഫിക്കേഷനും സീറ്റും കാര്യങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞാൽ നല്ല ഭംഗിയും നല്ല ഷേപ്പുള്ള വണ്ടിയാണ് ജീറ്റോമിനി. എന്നിരുന്നാൽ 4 ലക്ഷം രൂപയൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് കൂടുതലാണ്. അതാണ് ഞാൻ പറയുന്നത്. ആ പൈസക്ക് സ്വിഫ്റ്റ് ഡിസയർ മേടിച്ചിട്ട് ഓടിക്കാം. ടാക്സി ആക്കിയിട്ട് ഓട്ടോറിക്ഷ ചാർജറിന് ഓടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാറാവും ചെയ്തു. പിന്നെ മെക്കാനിക് ഭാഗം, അതായത് നമ്മുടെ ഈ ജീറ്റോമിനി വാൻ്റെ വെള്ളിമൂങ്ങാരി മെക്കാനിക് ഭാഗം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാലോ. വെള്ളിമൂങ്ങയ്ക്ക് മെക്കാനിക്ക്, അതായത് നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും വഴിയിൽ കിടന്നാലും ഇതിൻ്റെ മെക്കാനിക്കിൻ്റെ ആൾക്കാരുണ്ട്. പിന്നെ ഇത് ഓടിച്ചവർക്ക് അറിയാം, ഇതിൻ്റെ അത്യാവശ്യം കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ സിമ്പിളായി കണ്ടുപിടിക്കാം. വണ്ടി ഓടിക്കുന്നവർക്ക് തന്നെ കണ്ടുപിടിക്കാം ഇന്ന ഭാഗത്തു നിന്നാണ് കംപ്ലൈൻറ്റ് വരുന്നത് എന്നുള്ളത്. ഈ ജീറ്റോമിനി വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കുമാർ കൈവയ്ക്കാൻ, അതായത് കാറ് വർക്ക്ഷോപ്പുള്ളവർ പോലും അറിയില്ല എന്നാ പറയുള്ളൂ കേട്ടോ. നിങ്ങൾ അതൊരു കാര്യം മനസ്സിലാക്കിയുള്ളൂ. അതിൻ്റേതായ പണിക്കാരെടുത്തേക്ക് എന്നെ കൊണ്ടുപോകണം, അല്ലാണ്ട് ഒരു രക്ഷയില്ല വണ്ടി മെക്കാനിക്ക് സെക്ഷൻ. പിന്നെ മെയിൻ്റനൻസും വെള്ളിമൂങ്ങാനായിട്ട് കൂടുതൽ ജീറ്റോമിനിക്കാണ്. ഈ ഇപ്പോൾ നമ്മൾ മെക്കാനിക്ക് വർക്ക്ഷോപ്പ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിമൂങ്ങയ്ക്ക് മെക്കാനിക്കുകൾ കൂടുതലാണ്. വെള്ളിമൂങ്ങയ്ക്ക് അതിന് ഒരു കാറ് പണി അറിയണവർക്ക് അതിലൊന്ന് കൈവയ്ക്കാൻ പറ്റും. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് അവർ കൊണ്ടുവന്നാൽ തന്നെ പറയും, അയ്യോ ഇത് ഇവിടെ പണിയില്ലാത്ത, ഇത് വേറെ എവിടെയാണെന്ന് നോക്കിക്കോട്ടെ എന്നാ പറയുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഭംഗി ഉള്ള കാര്യം പറയാലോ, ജീറ്റോമിനി തന്നെയാണ്. കാണാൻ നല്ല ഭംഗി, ഒരു ഗ്ലാസ്സൊക്കെ ഇട്ട വണ്ടി കാണാൻ നല്ല കിടു ലുക്ക് തന്നെയാണ്. പിന്നെ സ്പേസിൻ്റെ ഭാഗം പറയുകയാണെന്ന് വെച്ചാലും അതിന് തന്നെയാണ് ഇത്തിരി കൂടി സ്പേസ് കൂടുതൽ തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇത്തിരി വലുതുണ്ടാണെന്ന് വെച്ചാലും ഒന്നും കൂടി ഭംഗി വരിക ആ വണ്ടിയാണ്, ജീറ്റോമിനിയാണ്. ഭംഗിയുടെ കേസിൽ മുട്ടണ്ട, ജീറ്റോമിനിയാണ് ഭംഗി കൂടുതൽ. അതായിരിക്കും അതിന് ഇത്രയും ഡിമാൻഡ് വരാൻ കാരണം. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, വണ്ടി എടുക്കാൻ പോകണമെങ്കിൽ 1.5 ലക്ഷം രൂപയാണോ 4 ലക്ഷം രൂപയാണോ വലുതെന്നുള്ളത്. നമ്മൾ 1.5 ലക്ഷം രൂപ മുടക്കിയിട്ട് നമുക്ക് ദിവസം ഒരു 1000-1500 രൂപ വരുമാനം കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. മറിച്ച് 4 ലക്ഷം രൂപ മുടക്കിയിട്ട് ഈ എമൗണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു നഷ്ടമാണ്. അപ്പോൾ ആ എമൗണ്ടിന് നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി തുടങ്ങുകയാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ വണ്ടി എടുക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടാൽ മതി. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഏത് വണ്ടി വേണ്ടതെന്നുള്ളത്. ഇത് ഈ 2 വണ്ടിയിൽ സംബന്ധിച്ച്.